ഇപ്പം ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ആൻഡ്രൂ സർ ഓക്കെ രണ്ടുപേരും അനിലായതുകൊണ്ട് ഓക്കെ അപ്പൊ ആൻഡ്രൂ സാറിന് ഇപ്പൊ നമ്മള് കുരുക്കിലെ ആ ഒരു പോലീസ് റോളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിലേക്ക് വരുമ്പോ ഇപ്പൊ കേശു ആയാലും ഫാദർ ആയിട്ട് ഉള്ള ഒരു റോള് ചെയ്തായാലും എന്താണ് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രൗഡായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി ചെയ്യുന്ന സമയത്ത്? ഞാൻ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. ഓക്കെ. കുരുക്ക് കണ്ടോ? കുരുക്ക് സിനിമ കണ്ടു. ഓക്കെ, താങ്ക് യു. അല്ല, എനിക്ക് ചെയ്യാൻ തുടങ്ങും, ഞാൻ പേഴ്സണലി ഞാൻ കൺവിൻസ് ആയാലേ ഞാനത് കമ്മിറ്റ് ചെയ്യുള്ളൂ. ഞാൻ കുരുക്ക് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നത് പല സ്റ്റാറുകളുടെ അടുത്തേക്കും പോയിട്ട് അവരൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട്, സാർ നേരത്തെ പറഞ്ഞല്ലോ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ബെസ്റ്റ്, അങ്ങനെയാണ് എല്ലാ ആക്ടേഴ്സിനും, എല്ലാ സ്റ്റാറുകളും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഷാരൂഖ് ഖാൻ്റെ ഡർ എന്നുള്ള സിനിമ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് സൽമാൻ ഖാനെയാണ്. സൽമാൻ ഖാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് ഷാരൂഖ് ഖാൻ്റെ അടുത്ത്. ബാസികളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഫാക്റ്റാണ്, നമുക്കതിനെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നത്തിങ് ബാഡ് ഇൻ ദാറ്റ്. ഞാനാണെങ്കിൽ അങ്ങനെയാണല്ലേ ചെയ്യും. പക്ഷേ ഞാൻ കുരുക്ക് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നു, സ്ക്രിപ്റ്റ് വായിച്ചു, ഞങ്ങൾ ഡിസ്കഷനൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം പോലും എന്നെ മാറ്റണം എന്നുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. കാരണം ഫീസിബിലിറ്റി ഓർത്തിട്ടാണ്, അതായത് ഞാൻ മോശമായതുകൊണ്ടല്ല. ആസ് എ പെർഫോമർ ദേ ആർ ഓക്കെ, ബട്ട് ബിസിനസ് സൈഡും കൂടി ഉണ്ടല്ലോ. ദിസ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സിനിമ നമുക്ക് കല ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വി ഷുഡ് ഗെറ്റ് ദ മണി ബാക്ക്. പക്ഷേ ഞാൻ കുരുക്കിൽ കൺവിൻസായി, സ്ക്രിപ്റ്റൊക്കെ കൺവിൻസായി കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറോട് പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഐ എം നോട്ട് ഫിറ്റ് ടു ദിസ് ക്യാരക്ടർ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എനിക്കൊരു നായകനായിട്ട് സിനിമ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ആ പ്രൊജക്റ്റ് വർക്കൗട്ട് ആവണം. ഞാൻ ചെയ്തതുകൊണ്ട് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ ഡു ദാറ്റ്? അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ ഡബിൾ റോള് പറഞ്ഞപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, ഞാനതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്തത്. ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവുമായിരുന്നു, ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ I would have never do that. കാരണം അത് ഞാൻ ചെയ്യുന്നൊരു ഇൻജസ്റ്റിസാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ വിശ്വസിച്ച് ഒരു സിനിമ ചെയ്ത് പണം മുടക്കുന്ന, ഒരു ക്രിയേറ്റിവിറ്റി സ്പെൻഡ് ചെയ്യുന്ന ഒരാളോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ചിലർ പറയില്ല എൻ്റെ സിനിമ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 130 രൂപ എടുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സിനിമ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ CD ഇട്ട് കാണണം, തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കരുത് ആളുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു കൺവിൻസ് മൈസെൽഫ് ഫസ്റ്റ്. അപ്പോൾ ഈ മലബാർ ടെയിൽസ് എന്ന് കേട്ടപ്പോൾ, ഞാൻ മലബാർ ഭാഗത്തുനിന്ന് വരുന്നത്, എൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലാങ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്? ഇപ്പൊ പറച്ചിലൊക്കെ ഇപ്പം ഞാൻ നേരത്തെ സംസാരിക്കുന്ന കേട്ടു ചാലക്കുടിക്കാരനാണെന്ന് പറഞ്ഞു, അപ്പം എങ്ങനെയാണ് ഇപ്പൊ ചെയ്ത പടമുണ്ടല്ലോ അത് കണ്ണൂർ സ്ലാങ് ആണ്. കണ്ണൂർ സ്ലാങ് ആണല്ലേ? പക്ഷെ എൻ്റെ ഒരു ചാലക്കുടി സ്ലാങ് എനിക്ക് കിട്ടില്ല, എൻ്റെ ഇല്ല. തൃശ്ശൂർ ചാലക്കുടി സ്ലാങ് ഇല്ല, ഒരു ന്യൂട്രൽ സ്ലാങ് ആണ്. ആ സബ്ജക്റ്റില് എല്ലാ ക്യാരക്ടേഴ്സ് കണ്ണൂർ സ്ലാങ് ആണ്. അപ്പൊ അത് പുള്ളി അത് ഇനീഷ്യലി കണ്ണൂർ സ്ലാങ് ശരിയാവോ സാറേ, അത് ഞാൻ അല്ല, പക്ഷെ അത് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിന്റെ ക്രെഡിറ്റ് ഇവർക്ക് തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ ക്രൂവിൽ അല്ലേ ആരോ കണ്ണൂരുള്ള ഒരാൾ, അല്ലെ കണ്ണൂരിലെ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരുടെ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ഡയലോഗ്സ് ആ രീതിയിലാണ് വേണ്ടത്. ബിക്കോസ് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയലോഗ്സ് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ അതേ നമ്മൾ ബാന്ന് പറയും, ബാ കൂടുതലാണ് കണ്ണൂർ. വേണ്ടെന്ന് പറയും, നമ്മൾ വേണ്ടെന്ന് പറയും, വേണ്ടെന്ന് പറയും. അതൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്തത്. കുട്ടികൾ വരെ ആ ആക്സെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണൂർ ആക്സെന്റ്. അനുപ്രിയയും അങ്ങനെ തന്നെ സംസാരിച്ച് ശീലിച്ചു. ഇപ്പം ഞാൻ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് എങ്ങനെയാണ് ഇവർ അത് ചെയ്തിട്ടുണ്ടാവുക? കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇപ്പൊ ഞാൻ മലപ്പുറത്താണെങ്കിൽ പോലും എനിക്ക് പോലും പെട്ടെന്ന് കണ്ണൂർ സ്ലാങ് കേട്ടാൽ മനസ്സിലാവത്തില്ല. അപ്പൊ ഐ വാസ് വണ്ടറിങ് ഹൗ യു ഗൈസ് ഹാൻഡിൽ ഓൾ ദിസ്. അല്ലല്ല, there is a subject ചെമ്പ്, അത് ഫുൾ മലപ്പുറം സ്ലാങ് ആണ്. 5 പടം 5 ഡിഫറെന്റ് സ്ലാങ് ആണ് മലബാറിലുള്ള 5 ഡിഫറെന്റ് ഇതിലാണ്. അപ്പൊ ഈ 5 സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ അതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്താണ് ഇപ്പൊ പ്രേക്ഷകർക്ക് അതൊന്ന് കിട്ടാന്ന് വിചാരിക്കുന്നത്? 5 സ്റ്റോറിയിലും ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് എന്തായാലും കിട്ടും. അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇമോഷൻസ് കിട്ടും, അതെ, കോൺഫ്ലിക്ട്സ് കിട്ടും, ആൻഡ് പിന്നെ പറഞ്ഞ സോഷ്യൽ റിലവൻസ് ഇല്ല ഒരു സംഭവം മെസ്സേജിങ് അതിൽ കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ എവിടെയായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ? എല്ലാം കോഴിക്കോട്. കാലിക്കറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവിടെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയാലും ഞാൻ സത്യം പറയാം, പീപ്പിൾ വിൽ കം ആൻഡ് ഹെൽപ്പ് യു.
നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ സോ ഐ ഹാവ് സം ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ഇൻ കാലിക്കറ്റ്. അവർ ശരിക്കും ഹെൽപ്പ് ചെയ്തു ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതിന് ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കറിയാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇവർ തന്നെ പറയും കോഴിക്കോട് നല്ലൊരു സ്ഥലമാണല്ലോ. വെരി കോപ്പറേറ്റീവ് അല്ല, സിറ്റി. കോഴിക്കോടിന്റെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതെ, അതുകൊണ്ടാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അവിടെ അതുകൊണ്ടാണ് ബീച്ച് സൈഡിലൊക്കെ ഉണ്ടാവും. ഉണ്ട്. ബീച്ചിലുണ്ട്, ബീച്ച് സൈഡിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇപ്പൊ ഉസ്താദ് ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്താണെങ്കിലും ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് അതിന്റെ ലൊക്കേഷൻസും കാര്യം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് മലബാർ ടേൽസിൽ എക്സ്പെക്ട് ചെയ്യാം. Yes, Definitely. 5 absolutely. പടം 5 ഡിഫറെന്റ് വീടിന്റെ കഥകൾ പറയുമ്പോൾ വേറെ വേറെ ടൈപ്പ് വീടാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഫാമിലീസിന്റെ വേറെ ലൈഫ് വേറെയാണ്, കൾച്ചർ ഡിഫറെന്റ്, ട്രഡീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ there's a variety you can expect and it will be very beautiful when you And see it. 5 ട്രീറ്റ്മെന്റ്സ് ആണ്, ഇൻക്ലൂഡിംഗ് മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ്. Yes. ഓക്കെ 5 different music. എന്തുകൊണ്ടാണ് ആന്തോളജി സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ആ കഥ ഇങ്ങനെയാണ് മുന്നോട്ട് പോയത്. പിന്നെ അത് എന്തോളജി ആക്കി ആയി. പിന്നെ എന്തോളജി ആയപ്പോൾ എന്തോളജി ഇസ് നോട്ട് കൺവിൻസിങ് ഫോർ എവറിബഡി, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ വി ഹാവ് ടു ബി അബ്സൊല്യൂട്ട്ലി ഷുവർ 5 കഥ നന്നായി വന്നിട്ടുണ്ട്. ഓക്കെ, ആ അബ്സൊല്യൂട്ട്ലി ഷുവർ ഞങ്ങൾ ആണ്. പക്ഷെ ഇനി ആൾക്കാർ എങ്ങനെ എടുക്കുന്ന, പടം മോശമായിട്ടില്ല, ഒരു പടം ആള് ഓഡിയൻസ് മോശം എന്ന് പറയില്ല, എത്ര നല്ലത് പറയും നമുക്കറിയാം. എത്ര നല്ലത് എന്ന് പറയുന്നതാണ് അറിയാത്തത്. അതെ, ഇപ്പം അനുപ്രിയ അതിൽ എന്താ എഡിറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ആക്ടർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് അസോസിയേറ്റീവ് ഡയറക്ടർ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ എല്ലാം കൂടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇത്? I think it's because I'm a youngster, കുറച്ച് ഈസി ആയി ഹാൻഡിൽ ചെയ്യാൻ. ഇങ്ങനെ തെറിച്ച് നേരത്തെ ആൻഡ്രൂ സർ പറഞ്ഞ പോലെ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് പാഷനറ്റ് ആണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഡിസൈഡ് ചെയ്തതാണ് ഫിലിം മേക്കിംഗ് ആൻഡ് ഡിറക്ഷനിൽ എപ്പോഴും തൊട്ട് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ്. ഞാൻ ഫിലിം മേക്കിംഗ് കോഴ്സ് തന്നെയാണ് ചെയ്തത് പൂനെയിലാണ്. അതെ, പൂനെയിലാണ് ചെയ്തത്. അപ്പൊ പാഷൻ ഭയങ്കരമായിട്ട് ഉണ്ട്. സോ ദാറ്റ് വാസ് എ മോട്ടിവേഷൻ. പിന്നെ നമ്മുടെ പ്രൊജക്ട് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഡബിൾ മോട്ടിവേഷൻ ഉണ്ടാവും. സോ അങ്ങനെ നടന്നു. ഇപ്പോ ഈവൻ നൗ ഐ എം സ്റ്റിൽ വർക്കിംഗ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവള് വന്ന് പറഞ്ഞു എനിക്ക് സിനിമയിൽ പോകണം, സിനിമ റിലേറ്റഡ് കോഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ദൈവം, ഞാൻ തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഒരു വിക്ടിമും കൂടെ ഫാമിലി. ഇനി ആൾക്കാർ ഞാൻ തന്നെ ഇപ്പൊ കുറ്റവാളിയാണ്. ഇനിയിപ്പോ ഇവളും വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എല്ലാം വഴി ചെയ്തല്ലോ ഒരു പ്രൊജക്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു നിങ്ങളായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പം ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ് ടു സീ ദ മൂവി. ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണും. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ അതിലേക്ക് എത്തിയില്ല. എന്നോട് ചോദിച്ചത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര അതായിരുന്നു ചോദ്യം. ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ തോന്നിയിട്ടില്ല, പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ക്യൂരിയസ് അബൌട്ട് ഹൗ ഡയറക്ടർ വിൽ ബി ഡൂയിങ് ദ ഡബിൾ റോൾ. കാരണം നമ്മൾ നെവർ എക്സ്പീരിയൻസ്ഡ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് ചെറിയൊരു പ്രൊഡക്ഷനാണ്. നമുക്ക് അങ്ങനെ വലിയ സന്നാഹങ്ങളൊന്നുമില്ല. പക്ഷേ അതിനൊരാളെ കണ്ടെത്തുകയും നമ്മളതൊരു റൂമിലെ ബെഡ്റൂം സീനാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. ബെഡ്റൂം സീനാണ്, ഒരു ബെഡിലാണ് കിടക്കുന്ന അച്ഛനും മോനും. പിന്നെ തന്നെയല്ല ലിമിറ്റഡ് സ്പേസ് ആണ്, അല്ലേ? ഈവൻ ഐ വാസ് നോട്ട് വെൽ ലിമിറ്റഡ് സ്പേസ് ആണ്. എഴുതി പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, ഞാൻ മോണിറ്ററിന് മുമ്പിലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ സീൻ എടുക്കുന്നതിന് മുമ്പ് സാറ് ഹാളിലായിരുന്നു, ഞങ്ങൾ ബെഡ്റൂമിലാണ് സീൻ എടുക്കുന്നത്. അപ്പോൾ സിക്കായിരുന്നു അന്ന് സിക്കായിരുന്നു. അപ്പോൾ അനുണ്ട്. അപ്പോൾ ഭയങ്കര ഹറിബറിയാണ്, പെട്ടെന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സാർ പ്ലീസ് കംഫർട്ടബിൾ ചെയ്യാം. അത് ആ സമയത്ത് ഷോട്ടൊക്കെ റെഡി, എല്ലാം അവിടെ പോയി അവിടെ ചെയ്തോ എന്ന് പറയുകയാണ്. അകത്ത് ബെഡിൽ കിടക്കുന്നതിന് മുമ്പാണ് ഞാൻ ഓർക്കണേ, അയ്യോ മറ്റേ സംഭവം അങ്ങനെ ആയിരിക്കും, ഓടിച്ചെന്ന് അടുത്ത് വന്നിട്ട് അതെന്താ സംഭവം, ഓക്കെ അത് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ സിനിമയിലെ ഏറ്റവും ഇമോഷണൽ പീക്കാണ് എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ആ സീൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ മൂവി വർക്കൗട്ട് ആവും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഇമോഷണൽ പീക്കിൽ നിൽക്കുന്ന ഒരു സീൻ ഡബിൾ റോൾ ചെയ്യണം. ലിമിറ്റഡ് സ്പേസ് ആണ്, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടും ലിമിറ്റഡ് ആണ്. അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ